ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റണേ എന്നതിനെ കുറിച്ചാണ് കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചിരണ്ടി എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മുടെ 3 തേങ്ങയൊന്ന് ഞാൻ ചിരണ്ടി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടാണ് അതൊന്ന് അടിച്ചെടുത്തിരുന്നത്. പേസ്റ്റ് രൂപത്തിലായിട്ട് അരച്ചെടുത്തിട്ടില്ല കേട്ടോ. ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്ന ആ ഒരു പരുവല്ലേ, ആ രീതിയിലാണ് ഒന്ന് ഒതുക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഈ രീതിയിൽ തന്നെ ഒന്ന് മൊത്തത്തിലൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അത് പിഴിഞ്ഞെടുത്ത് ബാലൻസ് വരുന്ന ആ ഒരു പീരയുണ്ടല്ലോ, അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമുക്ക് ഈ തേങ്ങയിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇനി ഞാൻ മുഴുവൻ തേങ്ങയും ഈ രീതിയിൽ തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഇപ്പം ഞാൻ മുഴുവൻ പാലും ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതൊരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കി എടുക്കുമ്പോൾ എപ്പോഴും നല്ലതുപോലെ അടിക്കട്ടിയുള്ള പാത്രത്തിൽ വേണം കേട്ടോ വെളിച്ചെണ്ണ തയ്യാറാക്കി എടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ഉരുക്കിയെടുക്കുന്ന ടൈമില്ലേ, അപ്പോഴത്തേക്കും വെളിച്ചെണ്ണ കൂടുതലായിട്ട് അങ്ങ് വറ്റിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കതൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ പുറത്ത് അടുപ്പ് കൂട്ടിയിട്ടാണ് ഈ വെളിച്ചെണ്ണ ഒന്ന് തയ്യാറാക്കി എടുക്കുന്നത്. അതിന് മുകളിലായിട്ട് ഒരു പടുതയൊന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. അതാണ് ഒരു നീല കളറിൽ വന്നിരിക്കുന്നത്. ഇനി നമ്മളിത് ഈ തേങ്ങാപ്പാലില്ലേ, അത് ഒട്ടും തന്നെ തിളച്ച് പോകാതെ എപ്പോഴും ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ തയ്യാറാക്കി എടുക്കാനായിട്ട് ഇതേപോലെ നല്ല തേങ്ങ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. പൊട്ടിയതോ അല്ലെങ്കിൽ കുറച്ച് കേടായ തേങ്ങയോ പിന്നെ നമ്മൾ ചിരണ്ടീൻ്റെ ബാലൻസ് ഇരിക്കുകയൊക്കെ ചെയ്യുന്ന തേങ്ങയും കൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ വെളിച്ചെണ്ണ തയ്യാറാക്കി എടുക്കുന്ന തേങ്ങയിൽ അത് നല്ലതുപോലെ വിളഞ്ഞ തേങ്ങയായിരിക്കണം. എങ്കിലാണ് നമുക്ക് അതിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വെളിച്ചെണ്ണ കിട്ടുകയുള്ളൂ. ഇപ്പം ഞാൻ പുറത്തെ അടുപ്പിൽ നിന്ന് സ്റ്റൗവിലേക്ക് ഒന്ന് മാറ്റിയിട്ടിട്ടോ ഉരുളി. ഞാൻ ഉറങ്ങിക്കിടന്ന ഒരു ടൈമിലാണ് കേട്ടോ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പോയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എണീറ്റത് കാരണം എനിക്ക് അകത്തേക്ക് കയറി വരേണ്ടേയും വന്നു. അപ്പോൾ നമ്മുടെ കുറച്ച് തേങ്ങാപ്പാലൊന്ന് തിളച്ചും പോയി, പിന്നെ പുറത്ത് ഇരുട്ടായി തുടങ്ങിയിട്ടാ. അപ്പോൾ എനിക്ക് ആ വീഡിയോ എടുത്തിട്ട് അങ്ങ് ക്ലിയറായി വരുന്നില്ല. അതുകൊണ്ട് ഞാനിതൊന്ന് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലിലെ വെള്ളമൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പറ്റിയിട്ട് ഒന്ന് പിഷറായി തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ തേങ്ങാപ്പാലൊന്ന് പിരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ സൈഡിലൊക്കെ ഒരു വെളിച്ചെണ്ണ ഒന്ന് തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങാപ്പാലിലുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് പറ്റി കിട്ടിയിട്ടുണ്ട്. പിഷർ മാത്രമായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിൽ കാണിച്ചു തരാം കേട്ടോ എണ്ണ തെളിഞ്ഞു വരുന്നത്. കണ്ടില്ലേ സെൻറ്റർ ഭാഗത്ത് എണ്ണ തെളിഞ്ഞു വരുന്നത്. ഇത് കുറച്ചും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും വെറുതെ ആയിപ്പോവും. 2 ദിവസം ഒന്നും എത്തണ്ട, പിറ്റേന്ന് തന്നെ ഇതിന് ഭയങ്കര മണമായിരിക്കും കേട്ടോ. നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നല്ലതുപോലെ വെന്ത് വെളിച്ചെണ്ണ എടുക്കുമ്പോഴാണ് കേട്ടോ അതിന് പ്രത്യേക ഒരു മണമാണ്. അപ്പോൾ നമുക്കത് കുറച്ചും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ ഒരു കളറ് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടുത്തുനിന്ന് മാറാത്ത രീതിയിൽ നമ്മൾ എപ്പോഴും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ എണ്ണയൊക്കെ അങ്ങ് പറ്റി പോകും. ഈ തേങ്ങയുടെ പിശറിലോട്ട് തന്നെ ഈ എണ്ണ വലിഞ്ഞു കൂട്ടാം. നമുക്ക് ഒട്ടും തന്നെ വെളിച്ചെണ്ണ കിട്ടില്ല. ഇനി നമുക്കിത് ഒരു മണൽ പരുവാകുമ്പോഴാണ് കേട്ടോ ഇത് പാകമാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇളക്കണ ഒരു ടൈമിൽ അതിൽ കിലുകിലൂന്നൊരു സൗണ്ട് കേൾക്കൂട്ടാ. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് പരുവാവണം. ഇതിപ്പോൾ മൂത്ത് കിട്ടിയിട്ടുണ്ട്. തന്നെയല്ല ഇപ്പോൾ ഇതിന് ഒരു ഭയങ്കര മണം കേട്ടോ. ഭയങ്കരം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പെരയ്ക്കകത്തോട്ട് ആരെങ്കിലും കയറി വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക മണമാണ്. നല്ല രീതിയിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് വെന്ത് തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും. ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാനൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ആ എണ്ണയൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കിട്ടിയിട്ടുള്ളൂ. കുറച്ചും കൂടി വെളിച്ചെണ്ണ കിട്ടും കേട്ടോ. ഈ പീരിയിൽ നിന്ന് നമുക്ക് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുമ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ഒട്ടും തന്നെ പോകാത്ത രീതിയിലാണ് പിഴിഞ്ഞെടുക്കുന്നത്. നമ്മൾ കോട്ടൺ തുണി ഉപയോഗിച്ച് പിഴിഞ്ഞെടുക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആ തുണി വലിച്ചെടുക്കും. ഞാനിപ്പോൾ ഇവിടെ ഇടിയപ്പത്തിൻ്റെ നമ്മൾ ഇടിയപ്പം പീച്ചുന്ന ഒരു അച്ചില്ലേ, അതിലോട്ടായിട്ടാണ് ഈ പീര ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടൊന്ന് കറക്കി എടുക്കുകയാണ് ചെയ്യണത്. ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ മുഴുവൻ വെളിച്ചെണ്ണയും നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ചൂടോടുകൂടി വേണം കേട്ടോ ഈ പീര ഇട്ടിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാൻ.
അപ്പോൾ ഇടിയച്ചിനൊക്കെ നല്ലൊരു ചൂടുണ്ടാവും. അപ്പോൾ കൈയൊക്കെ പൊള്ളാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുക. നല്ലോണം ചൂടുണ്ട് കേട്ടോ. കുറച്ച് പീരയും കൂടി ബാലൻസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുത്ത് പിഴിഞ്ഞെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് മുഴുവൻ വെളിച്ചെണ്ണ ഈ രീതിയിൽ മാറ്റി പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, നമുക്ക് മുഴുവനായിട്ടും വെളിച്ചെണ്ണ പിഴിഞ്ഞെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടി വെളിച്ചെണ്ണ കിട്ടിയേനെ കേട്ടോ. കുറച്ച് തേങ്ങാപ്പാൽ നമ്മളൊന്ന് തിളച്ച് പോയില്ല, അല്ലായിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ കിട്ടിയേനെ. നമ്മൾ പിഴിഞ്ഞെടുത്ത ആ വെളിച്ചെണ്ണയുടെ ചണ്ടി ഒന്ന് കാണിച്ചു തരാട്ടോ. കണ്ട മുഴുവൻ വെളിച്ചെണ്ണ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ കേട്ടോ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂടി ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.